ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? പൂരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല യമ്മി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എഗ് റോസ്റ്റാണ് ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. ചട്ടിയിലാണ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മളൊരു ചട്ടി പ്ലേസ് ചെയ്ത് അതിലോട്ടേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും, 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചതുമാണ്. ഇത് മൂന്നൂടെ നമുക്ക് ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് മൂന്നൂടെ വഴറ്റിയതിന് ശേഷം പിന്നെ വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് ഞാനിവിടെ മൂടി വെച്ചിട്ടാണ് ഉള്ളി വഴറ്റുന്നത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഉള്ളി വഴറ്റിയെടുക്കാം. അത് നമ്മൾ മൂടി വെച്ച് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ 2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല. ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഉള്ളി വഴറ്റിയ പോലെ തന്നെ മൂടി വെച്ചിട്ടാണ് തക്കാളിയും വഴറ്റിയെടുക്കുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ട് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പിലും കുറച്ച് കുറവ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്യുക പാകത്തിനാണോ എന്നുള്ളത്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ റോസ്റ്റിന് ചെറിയൊരു ഗ്രേവി ഫോം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്. മല്ലിയില കട്ട് ചെയ്തോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 5 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ടേക്ക് കെയർ. ബൈ ബൈ.